മാർക്കറ്റിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസുമായി നമ്മുടെ ഇൻഹൗസ് എക്സ്പേർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ഇന്ന് സാറിനോട് ഇപ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഗ്ലോബൽ മാർക്കറ്റ് US മാർക്കറ്റിനെ കുറിച്ചാണ്. ഇന്നലെ US മാർക്കറ്റിൽ ഒരു ക്ലോസിംഗ്, അതായത് ഡൗ ജോൺസിൽ ക്ലോസിംഗ് ഉണ്ടായത് 0.07% ഒരു നേരിയ നേട്ടത്തിലാണ്. S&P 500 നോക്കുമ്പോൾ 0.5% അടുത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 6117 എന്നൊരു ലെവലിലാണ് S&P 500 ക്ലോസിംഗ് ഉണ്ടായത്. നാസ്ഡാക്കും ഒരു 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ US സൂചികയിൽ ഒരു ട്രേഡിംഗ് നടക്കുകയുണ്ടായത്. എന്താണ് സാറിൻ്റെ ഒരു അമേരിക്കൻ മാർക്കറ്റിലെ ഒരു വ്യൂ പോയിന്റ്? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഡൗ ജോൺസ് ഇൻഡെക്സ് കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് അതിന്റെ ഓൾ ടൈം ഹൈ ലെവല് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു ഓൾ ടൈം ഹൈ ഡൗ ജോൺസ് ഇൻഡെക്സിനെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും നമ്മൾ വളരെ ശ്രദ്ധിച്ച ഒരു സ്റ്റോപ്പ് ലോസ് 43,500 പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിലും മെഞ്ഞാന്നത്തെ വ്യാപാരത്തിലായിരുന്നു നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ചത്. ബട്ട് ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നാസ്ഡാക്ക് ഇൻഡെക്സിലും നടന്നിട്ടുണ്ട്. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് ലോസ് 21,400 പോയിന്റിൽ. സാർ, ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ ചോദ്യമായിട്ടുള്ളത്, കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നലെ ഒരു ക്ലോസിംഗ് അല്ലെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ബ്രെന്റ് ക്രൂഡ് 0.06% ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഗോൾഡിലും ഒരു 0.23% ഒരു ഇടിവാണ് ഈ നിമിഷം കാണാൻ സാധിക്കുന്നത്. ക്രൂഡ് ഓയിലിലും ഒരു ഫ്ലാറ്റ് നോട്ടിലുള്ള ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്മോഡിറ്റി മാർക്കറ്റിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കമോഡിറ്റി മാർക്കറ്റില് ക്രൂഡിന്റെ ട്രെൻഡ് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ക്രൂഡിന് വളരെ സ്ട്രോങ് സപ്പോർട്ട് $70, സ്ട്രോങ് റെസിസ്റ്റൻസ് $74 കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു ലെവല് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കത്തുള്ളൂ. സാർ, നമുക്കിനി ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു നിഫ്റ്റി 50യിൽ ട്രേഡിംഗ് ഇന്നലെ നടന്നത് ക്ലോസ് ചെയ്തത് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലായിരുന്നു. 19 പോയിന്റിൻ്റെ ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 22,913 എന്നൊരു ലെവലിലാണ് ഇന്നലെ നിഫ്റ്റി 50 ക്ലോസ് ചെയ്തുണ്ടായത്. ഇന്നലത്തെ ഒരു മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഡൗൺ എടുത്ത സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്ന ഒരു നിഫ്റ്റി 50 സൂചിക പിന്നീട് അങ്ങോട്ട് ഒരു ചെറിയ അപ്സൈഡ് എടുക്കുകയും പിന്നീട് ഒരു സൈഡ് വൈസ് രീതിയിലുള്ള ഒരു മാർക്കറ്റായിരുന്നു ക്ലോസിംഗ് ചെയ്യുന്ന ഒരു നിമിഷം വരെ നമുക്ക് കാണാൻ സാധിച്ചത്. ഈ നിഫ്റ്റി 50യിൽ സാറിന്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ അൺഫോർച്ചുനേറ്റ്ലി ബെയറിഷ് ആയി തന്നെ തുടരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ലെവൽ 22,700 പോയിന്റ്. നിഫ്റ്റി 50യിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 23,600 അതിനുശേഷം 24,300 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. സാർ, ഇനി നിഫ്റ്റി ബാങ്കിങ് സൂചികയിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത് 49,334 എന്നൊരു ലെവലിലാണ് ക്ലോസ് ചെയ്തത്. 235 പോയിന്റിൻ്റെ ഇടിവിൽ, അതായത് 0.48% ഒരു 0.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലെ നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ ക്ലോസിംഗ് ഉണ്ടായത്. നിഫ്റ്റി ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ ഷോർട്ട് ടൈം ലോങ് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 50,000 പോയിന്റ്, അതിനുശേഷം 51,300 പോയിന്റും. ഈ രണ്ട് റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ പറ്റും. സാർ, നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് റൈറ്റ്സ് എന്ന് പറയുന്ന ഓഹരിയെക്കുറിച്ചാണ്. കമ്പനി ഇന്നലെ പുതിയൊരു ഓർഡർ നേടിയിരുന്നു. ഇന്നലെ ഒരു ഓർഡർ നേടിയത് സെൻട്രൽ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷൻസ് നിർമ്മിച്ച് നൽകുന്നതിനായുള്ള ഒരു പുതിയൊരു കരാറിലാണ് കമ്പനി ഇന്നലെ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. ഏതായാലും റൈറ്റ്സിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, റൈറ്റ്സ് വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് കഴിഞ്ഞ ജൂലൈ മാസത്തിന് ശേഷം വലിയൊരു സെല്ലിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല.
സാർ മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് വാരി എനർജീസിൻ്റെ ഒരു സ്റ്റോക്കാണ്. കമ്പനിയും ഇന്നലെ ഒരു പുതിയൊരു ഓർഡർ കരസ്ഥമാക്കിയ ഒരു ന്യൂസ് നമുക്ക് ലഭ്യമായിരുന്നു. 362.5 മെഗാവാട്ടിൻ്റെ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ സോളാർ മൊഡ്യൂൾസിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു കരാറാണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. വാരി എനർജീസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വാരി എനർജി ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം മറ്റ് പല IPO സ്റ്റോക്സിനെ പോലത്തെ ഒരു സ്റ്റോക്കിലും ഹെവി സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. എങ്കിലും ഈ സ്റ്റോക്കിൽ 1900 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യാൻ ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ 2650 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. സാർ മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ബജാജ് ഓട്ടോയാണ്. ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ബജാജ് ഓട്ടോയിലേക്ക് സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ബജാജ് ഓട്ടോയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്കിടെ ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. അടുത്ത 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 8800. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 9200, അതിനുശേഷം 9700. യെസ് സാർ. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ശ്രീറാം ഫൈനാൻസ് ആണ്. ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ നിഫ്റ്റി 50 ഒരു ടോപ്പ് ഗെയിനറായിട്ട് ക്ലോസ് ചെയ്തൊരു സ്റ്റോക്കായിരുന്നു. 580 രൂപയായിരുന്നു ഇന്നലെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് ഇന്നലെ നിഫ്റ്റി 50 ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 4% ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ശ്രീറാം ഫൈനാൻസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ അടുത്ത 2-3 ട്രേഡിംഗ് സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 600, അതിനുശേഷം 620. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കും. യെസ് സാർ. മറ്റൊരു സ്റ്റോക്ക് NTPCയുടെ ഓഹരിയാണ്. ഇന്നലെ ഒരു ശ്രീറാം ഫൈനാൻസിന് ശേഷം തൊട്ടടുത്ത ഒരു സ്ഥാനം രേഖപ്പെടുത്തിയത് NTPCയുടെ ഓഹരിയായിരുന്നു. 3.26% ഒരു നേട്ടമാണ് ഇന്നലെ NTPC നിഫ്റ്റി 50 കാഴ്ചവെച്ചത്. NTPCയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? NTPCയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ട്രെൻഡ് റിവേഴ്സലിന് ഒരു പോസിബിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന്റെ ആദ്യത്തെ റെസിസ്റ്റൻസ് 345, അതിനുശേഷം 385 ആയിരിക്കും. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. 290 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സാർ. മറ്റൊരു ന്യൂസ് ഇന്നലെ ഉണ്ടായിരുന്നത് മാരുതിയുടെ ഭാഗത്തു നിന്ന് ഒരു ന്യൂസ് ഇന്നലെ ലഭ്യമായിരുന്നു. അതായത് കമ്പനി ഒരു മിഡ് ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ അവരുടെ ഒരു അനൗൺസ്മെൻറ്റിലായിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും മാരുതിയിൽ ഇന്നലെ ആ ഒരു ന്യൂസിന് ശേഷം ഒരു മിക്സഡ് റെസ്പോൺസ് ആണ് നിക്ഷേപകരിൽ ഉണ്ടാക്കിയതെന്നൊരു വാർത്തയുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം തന്നെ മാർക്കറ്റിൽ ഇന്നലെ ട്രേഡ് ചെയ്ത സ്റ്റോക്കിൽ ഒരു 2.1% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. മാരുതിയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? മാരുതിയുടെ കേസിൽ നിലവിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് 12,000 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു എൻട്രിയും കാണാൻ സാധിക്കുന്നില്ല. സാർ അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്നലെ ബാങ്ക് നിഫ്റ്റിയിൽ ഏറ്റവും നേട്ടം രേഖപ്പെടുത്തി ക്ലോസ് ചെയ്ത സ്റ്റോക്കായ പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്നലെ 2.94% ഒരു നേട്ടത്തിൽ 95.59% എന്നൊരു LTP ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് ഈ ഒരു സ്റ്റോക്ക് ഇന്നലെ ക്ലോസ് ചെയ്തത്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? PNBയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നേരിയൊരു റിക്കവറി നമ്മൾ കാണുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുമെങ്കിൽ ആദ്യം തന്നെ 101, അതിനുശേഷം 110 മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സാർ മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് AU ബാങ്കാണ്. AU ബാങ്കും ഇന്നലെ ഒരു നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ ഒരു നേട്ടത്തിൽ ക്ലോസ് ചെയ്തൊരു സ്റ്റോക്കാണ്. 1.78% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. നിലവിൽ ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് വരുന്നത് 535 രൂപയാണ്. AU ബാങ്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? AU ബാങ്കിന്റെ കേസിലും അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 640 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ആ ഒരു പോസിബിലിറ്റി വളരെ റിമോട്ടായിട്ടാണ് കാണുന്നത്. സാർ, അടുത്തൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് ഓട്ടോ സെക്ടറിൽ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട സ്റ്റോക്കായ ടാറ്റ മോട്ടോഴ്സ് ആണ്. ടാറ്റ മോട്ടോഴ്സിൽ ഇനി സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കിലും ഷോർട്ട് കവറിംഗ് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട്. ഷോർട്ട് കവറിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 740, 805, അതിനുശേഷം 900. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് അമരരാജ ബാറ്ററിയാണ്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? അമരരാജയുടെ കേസിൽ ഇന്നലെ നമുക്ക് നല്ലൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ബട്ട് ആ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും നമുക്ക് ഷോർട്ട് കവറിംഗ് ആയിട്ട് അറ്റ് ദ മൊമെന്റ് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1120, അതിനുശേഷം 1360 മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. മറ്റൊരു സ്റ്റോക്കായിട്ട് ഇനി മറ്റൊരു സ്റ്റോക്കായിട്ട് ഫോക്കസിലുള്ളത് കല്യാൺ ജുവലേഴ്സ് ആണ്. കല്യാൺ ജുവലേഴ്സിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കല്യാൺ ജുവലേഴ്സിന്റെ കേസിൽ ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് 2024 നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിരുന്നു. ബട്ട് കഴിഞ്ഞ 4-5 ആഴ്ചകൾക്കിടെ ഈ സ്റ്റോക്കിൽ വന്നിരിക്കുന്ന ഹെവി സെല്ലിങ്ങിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 460 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 630 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സൊമാറ്റോയാണ്. നിലവിൽ ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൈസ് 233 രൂപ എന്നുള്ളതാണ്. ഇന്ന് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലുള്ളൊരു ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു ക്ലോസിംഗ് ആണ് ഇന്നലെ ഉണ്ടായത്. സൊമാറ്റോയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സൊമാറ്റോയുടെ കേസിലും നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്കൊരു ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 250, അതിനുശേഷം 265 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സാർ, മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫോക്കസിലുള്ളൊരു ന്യൂസ് ശക്തി പമ്പിൻ്റെ ഓഹരിയാണ്. കമ്പനി ഇന്നലെ ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് രേഖപ്പെടുത്തിയത് 894 രൂപയാണ്. 5% ഒരു മികച്ച മുന്നേറ്റമാണ് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു ഓഹരി കാഴ്ചവെച്ചത്. ശക്തി പമ്പിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, ശക്തി പമ്പ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാര്യമായിട്ട് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 760 രൂപയിൽ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 1045 രൂപയുടെ മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്കിംഗ് ഫോക്കസിലുള്ളൊരു ന്യൂസ് സെൻ ടെക്നോളജീസ് ആണ്. ഈ ഒരു വീക്കിൽ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ആദ്യ 2 ദിവസങ്ങളിൽ വലിയ ഇടിവാണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയത്. എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു Q3 റിസൾട്ട് അല്ല വന്നതെന്നുള്ളതൊക്കെ സ്റ്റോക്കിനെ ബാധിച്ചിരുന്നു. ഏകദേശം 30% ഇടിഞ്ഞ ഒരു സ്റ്റോക്ക് ആദ്യ 2 ദിവസങ്ങളിൽ. കഴിഞ്ഞ ഒരു ദിവസം 10% ഒരു റീബൗണ്ട് ചെയ്യുകയും ഇന്നലെ ഒരു 4% നേട്ടവും ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 1114 രൂപയാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. സെൻ ടെക്നോളജീസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? Zentek വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി. ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇത് ഒരിക്കലും ഒരു ബൈയിങ് അവസരമായിട്ട് ഉപയോഗിക്കരുത്. മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് RVNL ആണ്. ഇന്നലെ ഒരു 1% മുകളിലൊരു നേട്ടം രേഖപ്പെടുത്തിയ ഓഹരി 381 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസിലാണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു ട്രേഡിംഗ് നടന്നത്. RVNL സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? RVNLന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമുക്ക് നേരിയ പ്രോഫിറ്റ് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 430, അതിനുശേഷം 485 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു സ്റ്റോക്കിംഗ് ഫോക്കസ് ആയിട്ടുള്ളത് ഗ്രീവസ് കോട്ടൺ ആണ്. ഏതായാലും ഗ്രീവസ് കോട്ടണിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്?
ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 240 രൂപയിൽ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 295 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡിൻ്റെയാണ്. കമ്പനി ഇന്നലെ ഒരു 1% മുകളിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈസ് 3408 എന്നുള്ളതാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഹാല കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുമുണ്ട്. ഇന്നലെ മെഞ്ഞാന്ന് നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി, ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ ഇത് 3950 അതിനുശേഷം 4650 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കോൾ ഇന്ത്യയാണ്. ഇന്നലെ ഒരു 0.2% ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് മാർക്കറ്റിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. കോൾ ഇന്ത്യയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? കോൾ ഇന്ത്യയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയർഷായി തുടരുന്നു. ബട്ട് കോൾ ഇന്ത്യയുടെ കേസിൽ നമുക്ക് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഒരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 340 രൂപയിലായിരിക്കണം. ഇതിൽ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 385, ലോങ് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 465 റെസിസ്റ്റൻസ് ലെവൽസ് ഇത് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ളൊരു ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് KFin ടെക്നോളജീസ് ആണ്. ഇന്നലെ 3% മികച്ചൊരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ ലാസ്റ്റ് ട്രേഡ് പ്രൈസ് ആയിട്ട് 879 രൂപയാണുള്ളത്. KFin ടെക്നോളജീസിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? KFin also is a mid cap stock and KFin ഡിസംബർ മാസം മുതൽ ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിലും നമ്മൾ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി, ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1050 അതിനുശേഷം 1250 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അടുത്തൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് ONGC ആണ്. കമ്പനി ഇന്നലെ 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നിലവിൽ ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് 241 രൂപയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ONGCയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ONGCയുടെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ ആദ്യം തന്നെ 260 അതിനുശേഷം 285 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദ മൊമെന്റ് ഈ 2 റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കത്തില്ല. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഒരു ഫോക്കസിലുള്ള ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ജൂപ്പിറ്റർ വാഗൺ ആണ്. ജൂപ്പിറ്റർ വാഗണിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ജൂപ്പിറ്റർ വാഗൺ മറ്റ് പല റെയിൽവേ സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഡിസംബർ മാസത്തിന് ശേഷം ഒത്തിരി സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ഈ സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 450 അതിനുശേഷം 565 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. സർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് വാസ്കോൺ എഞ്ചിനീയേഴ്സ് ലിമിറ്റഡ് ആണ്. കമ്പനി ഇന്നലെ ഒരു 3.3% ഒരു നേട്ടം മാർക്കറ്റിൽ കാഴ്ചവെച്ചിരുന്നു. 40 രൂപ 67 പൈസ എന്നൊരു നിരക്കിലാണ് ഇപ്പോഴൊരു സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വാസ്കോൺ is a small cap stock and ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 50 അതിനുശേഷം 65 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഓഹരിയാണ്. ഇന്നലെ 2.4% ഒരു നേട്ടമാണ് ഓഹരി രേഖപ്പെടുത്തിയത്. നിലവിൽ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 122 രൂപയാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? IOCയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയർഷായി തുടരുന്നു. നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിലും ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 135 അതിനുശേഷം 158 ആയിരിക്കും. മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഒരു ഫോക്കസിലുള്ളത് PG ഇലക്ട്രോപ്ലാസ്റ്റ് ലിമിറ്റഡ് ആണ്. കമ്പനി ഇന്നലെ ഒരു 2.5% നേട്ടമാണ് ഇന്നലെ മാർക്കറ്റിൽ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? PG ഇലക്ട്രോപ്ലാസ്റ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് മറ്റ് പല സ്റ്റോക്സിനെ അപേക്ഷിച്ച് ഇതിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു.
ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 885. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സ്വിഗ്ഗിയുടെ ഓഹരിയാണ്. ഇന്നലെ 1% ഒരു ഇടിവാണ് സ്വിഗ്ഗി ഇന്നലെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയത്. 373 ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്വിഗ്ഗിയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സോ സ്വിഗ്ഗിയുടെ കേസിൽ ഡിസംബർ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ കണ്ടിരിക്കുന്ന നേരിയ റിക്കവറി വെറും ഷോർട്ട് കവറിംഗ് ആയിട്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. ഇത് ഫേസ് ചെയ്യുന്ന മേജർ റെസിസ്റ്റൻസ് 480 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കത്തുള്ളൂ. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് കൈനസ് ടെക്നോളജീസ് ആണ്. ഇന്നലെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ക്ലോസിംഗ് ചെയ്തത്. നിലവിൽ 4211 രൂപയാണ് ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? This is also a small cap stock. And ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഡിസംബർ മാസത്തിന് ശേഷം ഹെവി സെല്ലിംഗ് കാണാൻ സാധിക്കുന്നത്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി ഷോർട്ട് കവറിംഗ്. ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 5250 അതിനുശേഷം 6150 റെസിസ്റ്റൻസ് ലെവൽസ് ബ്രേക്ക് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളൊരു സ്റ്റോക്ക് CN ആണ്. CN ലിമിറ്റഡിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇന്നലെ 1.6% ഒരു ഇടിവാണ് ഈ ഒരു ഓഹരി രേഖപ്പെടുത്തിയത്. ഈ ഒരു ഓഹരിയിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? സിയറ്റിന്റെ കേസിലും ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഷോർട്ട് കവറിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 3050 രൂപയുടെ മുകളിൽ ഇത് ക്ലോസ് ചെയ്യണം. സാർ, മറ്റൊരു സ്റ്റോക്ക് നമ്മുടെ ഫോക്കസിലുള്ളത് GTL ഇൻഫ്രയാണ്. ഇന്നലെ 1.82% ഒരു ഇടിവാണ് മാർക്കറ്റിൽ ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഈ ഒരു സ്റ്റോക്കിൽ സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? GTL ഇൻഫ്ര ഇസ് എ പെനി സ്റ്റോക്ക്. ആൻഡ് ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒത്തിരി റിസ്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്റ്റോക്കിൽ. സോ ടോട്ടലി അവോയ്ഡ് ദിസ് സ്റ്റോക്ക്. താങ്ക് യു സാർ, ഇത്തരം വിവരങ്ങൾ നമുക്ക് വേണ്ടി പങ്കുവച്ചതിന്.